ഈ കാഴ്ചയൊന്ന് നോക്ക്. ശാന്തമായ ഒരു കുളം, നിറയെ മീനുകൾ, അവയ്ക്ക് ഭക്ഷണം നൽകാൻ ഒരാൾ വരിക. സാധാരണ നാം കാണാറുള്ളത് പോലെ അയാൾ ആ ഭക്ഷണം വെള്ളത്തിലേക്ക് അങ്ങ് വിതറിയല്ല ചെയ്യുന്നത്. പകരം ധാന്യം നിറഞ്ഞ ആ വലിയ പാത്രം പതുക്കെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഒഴുകാൻ വിടുക. ഭക്ഷണം തൊട്ടു മുന്നിലുണ്ടായിട്ടും പല മീനുകളും അതറിയാതെ ഇപ്പോഴും അലഞ്ഞു തിരിയുക. കാരണം അവ പണ്ട് പഠിച്ച് ശീലിച്ച വഴിയിലല്ല ഭക്ഷണം ഇപ്പൊ വന്നിട്ടുള്ളത്. കാത്തിരുന്ന ആ വായിലേക്ക് ആഹാരം വീഴുമെന്ന അവർ കരുതുന്നത്. എന്നാൽ ആ കാത്തിരിപ്പിനെ അറുതി വരുത്തിക്കൊണ്ട് കുറച്ച് ധാന്യങ്ങൾ വെള്ളത്തിലേക്ക് വീണു. പെട്ടെന്ന് അവിടെ ഒരു ചലനമുണ്ടായി. വെള്ളത്തിൽ വീണത് മാത്രമല്ല, ആ പാത്രത്തിൽ നിറയെ ആഹാരമുണ്ടെന്ന് അവരിൽ ചിലർ തിരിച്ചറിഞ്ഞു. പിന്നെ അവിടെ നടന്നതൊരു യുദ്ധ. ആർത്തി മൂത്തവർ, വിശപ്പുള്ളവർ, ജീവിക്കാൻ ആഗ്രഹമുള്ളവർ അവരൊന്നിച്ച് ആ പാത്രത്തിലേക്ക് അങ്ങ് ഇരച്ച് കയറി. ചിലർ പാത്രത്തിന് മുകളിൽ ശ്വാസം കിട്ടാതെ പെടഞ്ഞു. മറ്റു ചിലർ മറ്റുള്ളവരെ ചവിട്ടി മെതിച്ച് മുന്നേറി. ഒടുവിൽ ആർക്കാണ് ആഹാരം കിട്ടിയത്? അവിടെ ശാന്തമായി നോക്കി നിന്നവർക്കാണോ? തടസ്സങ്ങൾ വരുമ്പോൾ വഴി മാറിപ്പോയവർക്കാർക്കുമല്ല ഭക്ഷണം കിട്ടിയത്. മറിച്ച് പരാക്രമം കാട്ടി മുന്നിലുള്ളവനെ ഇടിച്ചു മാറ്റി എനിക്ക് ജീവിക്കണം എന്നൊരൊറ്റ ചിന്തയോടെ പോരാടി മുന്നോട്ട് വന്നവർക്ക് മാത്രമാണ് ആ പാത്രത്തിലെ ആഹാരം ലഭിച്ചത്. ചിലപ്പോൾ ആ പോരാട്ടത്തിൽ അവർക്ക് ശ്വാസം മുട്ടിയിട്ടുണ്ടാവും, മുറിവേറ്റിട്ടുണ്ടാവും. പക്ഷെ അവസാനം അവർ വിജയിച്ച്. ഇതാണ് പ്രകൃതിയുടെ നിയമം. ഇത് ഫുട്ബോൾ മൈതാനത്തിലായാലും ബിസിനസ്സിലായാലും നിങ്ങളുടെ ജീവിതമായാലും നിയമം ഒന്ന് തന്നെ. പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ അതിജീവിക്കാനുള്ള അവകാശമുള്ളൂ. അവസരങ്ങൾ നിങ്ങളുടെ വായിലേക്ക് വന്ന് വീഴില്ല. ചിലപ്പോൾ അവസരങ്ങൾ പാത്രത്തിലാക്കി നിങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കണ്ടാവും. പക്ഷേ അത് പിടിച്ചെടുക്കാൻ മറ്റുള്ളവരെ വെട്ടിച്ച് നിങ്ങൾ മുന്നോട്ട് വരണം. പരാക്രമം കാണിക്കാത്തവനെ, പോരാടാൻ മനസ്സില്ലാത്തവനെ ഈ ലോകം ചവിട്ടി മതിക്കും. ഓർക്കുക, വിജയം എന്നത് കാത്തിരിക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് അത് പിടിച്ചെടുക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പോരാളികൾക്കുള്ളതാണ്. എഴുന്നേൽക്കുക, പോരാടുക, പിടിച്ചെടുക്കുക. ചിലർക്ക് ഞാൻ ഈ പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടാവില്ല. പക്ഷെ പ്രകൃതിയുടെ നിയമം ഇതാ. നമ്മൾ മറ്റുള്ളവരെ ചവിട്ടിമരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവരെ ഉപദ്രവിക്കുകയാണ് എന്ന് നമുക്ക് തോന്നലുണ്ടാവും. പക്ഷേ അവനും അവൻ്റെ കരുത്ത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതനാകുന്ന സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായി എന്ന് വരിക. അത് മറ്റുള്ളവരും മുന്നോട്ട് വരണമെങ്കിൽ ചിലപ്പോൾ വാശി പിടിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിലാണ്. അതിൽ ആവേശം കൊണ്ടിട്ടോ അല്ലെങ്കിൽ നിവൃത്തികേട് കൊണ്ടോ മറ്റുള്ളവരും അവനവൻ്റെ കരുത്തുകൾ കണ്ടെത്തുക. ഇത് പ്രകൃതിയുടെ നിയമ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്.